എല്ലാവർക്കും നമസ്കാരം. മഹാഭാരത ഹൃദയം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജൂതപർവത്തിൽ ശകുനി കള്ളച്ചൂത് കളിച്ച് ധർമ്മപുത്രരെ ദാസനാക്കി മാറ്റി, അടിമയാക്കി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം സ്വന്തം പത്നിയെ തന്നെ അദ്ദേഹം പണയവസ്തുവാക്കി വെച്ചു. പാഞ്ചാലിയെയും നഷ്ടപ്പെടുത്തുകയാണ്. ആ പാഞ്ചാലിയെ തൻ്റെ ദാസിയാക്കിയിട്ട് സഭയിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ദാസ്യവേല ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനൻ ആജ്ഞ കൊടുക്കുകയാണ്. അവിടെ പാഞ്ചാലിയുടെ ചോദ്യം, ആദ്യം ദാസനായിക്കഴിഞ്ഞ ഒരാൾ എങ്ങനെയാണ് മറ്റൊരാളെ പണയം വയ്ക്കുക എന്ന ചോദ്യം രഹസ്യമാണ് ആയിട്ട് തൻ്റെ ഭർത്താവിനോട് ചോദിച്ചതാണെങ്കിലും ആ ചോദ്യം പരസ്യമായ സ്ഥിതിക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത ആ സഭയിലുള്ള ആളുകൾ, ധർമ്മം അറിയുന്ന ആളുകൾ, മര്യാദകൾ അറിയുന്ന ആളുകൾ പറയേണ്ട ഉത്തരമാണ്. പക്ഷേ അവർക്കത് പറയാൻ സാധിക്കുന്നില്ല. ഈ സന്ദർഭത്തിൽ യുധിഷ്ഠിര മഹാരാജാവ് തനിക്കും തൻ്റെ പത്നിക്കും വിശ്വസ്തനായ ഒരു ദൂതനെ അയച്ചുകൊണ്ട് പാഞ്ചാലി സഭയിൽ വരട്ടെ, രജസ്വലയായ പാഞ്ചാലി ഏകവസ്ത്രധാരിണിയായിട്ട് അവിടെ വന്ന് കരഞ്ഞാൽ അത് ഈ ഇരിക്കുന്ന സഭയിലെ ആളുകളിൽ വലിയ മാറ്റമുണ്ടാക്കും. അവരുടെ ഉള്ളിൽ പാഞ്ചാലിയോട് ദയവുണ്ടാകും. അതോടൊപ്പം ദുര്യോധനൻ്റെ അധാർമികമായ പ്രവൃത്തിയെ അവർ നിന്ദിക്കുകയും ചെയ്യും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയ സന്ദേശം പാഞ്ചാലിയെ അറിയിച്ചു. അപ്പോഴേക്കും ദുര്യോധനൻ തൻ്റെ ആ ഭൃത്യനായ പ്രാതിഗാമിയോട് ആജ്ഞ കൊടുക്കുകയാണ്. ഹേ പ്രാതിഗാമി, നീ അവളെ ഇവിടെ വിളിച്ചു കൊണ്ടുവരിക. അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് ഈ സഭയിൽ വെച്ച് ഈ സഭയിലുള്ള കുരുക്കൾ നൽകുന്നതാണ് എന്നറിയിക്കൂ. ഒരു തവണ, രണ്ട് തവണ ഈ പ്രാതിഗാമി പാഞ്ചാലിയോട് കാര്യം പറഞ്ഞതിന് ശേഷവും പാഞ്ചാലി വരുന്നില്ല. പാഞ്ചാലിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും സാധിക്കുന്നില്ല. അങ്ങനെയിരിക്കെ ആ പാഞ്ചാലി യഥാർത്ഥത്തിൽ ദാസിയാണോ എന്ന കാര്യത്തിൽ ഈ പ്രാതിഗാമിക്കും സംശയമുണ്ട്. അതുകൊണ്ട് പ്രാതിഗാമി അല്പം ഒന്ന് ശങ്കിതനായി, അസ്വസ്ഥനായി, ദീനനായി, തൻ്റെ ആ ദൗർബല്യം, മനസ്സിൻ്റെ ദൗർബല്യം അദ്ദേഹം സഭയിൽ വെച്ച് ഉറക്കെ പറയുകയാണ്. അല്ലയോ സഭാവാസികളെ, അദ്ദേഹം അഭിമാനം വിട്ടുകൊണ്ട് പറയുകയാണ്, ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ സ്വാമിയായ ദുര്യോധനനെ അനുസരിക്കുകയാണ് വേണ്ടത്, അല്ല പാഞ്ചാലിയെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്ന ആ ദുഷ്ടകർമ്മം ഞാൻ ചെയ്യണം, അല്ല ഞാൻ അതിൽ നിന്ന് പിന്തിരിയണം? എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പറയൂ എന്ന് ഈ പ്രാതിഗാമി പറഞ്ഞപ്പോൾ ദുര്യോധനന് മനസ്സിലായി ഇവൻ അനുസരണക്കേട് കാണിക്കുകയാണ്. ഉടനെ തൻ്റെ അനുജനായ ദുശാസനോട് പറഞ്ഞു, ദുശാസന, ഈ സൂതപുത്രൻ ഭീമസേനനെ ഭയന്നിട്ടാണ് എൻ്റെ വാക്കിനെ അനുസരിക്കാതിരിക്കുന്നത്. നീ ഭീമനെ ഭയപ്പെടേണ്ടതില്ല. അവശന്മാരായിട്ടുള്ള, നിസ്സഹായന്മാരായിട്ടുള്ള ഈ പാർത്ഥന്മാർ നിന്നെ ഒന്നും ചെയ്യുകയില്ല. നീ പോയി അവളെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവാ എന്ന് ദുര്യോധനൻ ആജ്ഞ കൊടുത്തപ്പോൾ ചുവന്ന കണ്ണുകളുമായി ദുശാസനൻ ഈ ദ്രൗപദി വസിക്കുന്ന പാണ്ഡവ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ദ്രൗപദിയോട് പറഞ്ഞു, പാഞ്ചാലി, ഞങ്ങൾ ധർമ്മം കൊണ്ട് തന്നെ നിന്നെ നേടിയിരിക്കുന്നു. നീ ലജ്ജ വിട്ട് സഭയിൽ വന്ന് ദുര്യോധനനെ സേവിക്കുക. അത് മാത്രമേ ഇനി എനിക്ക് ചെയ്യാനുള്ളൂ. ദുശാസനൻ തൻ്റെ നേരെ ഓടി വരുന്നത് കണ്ട പാഞ്ചാലി, പെട്ടെന്ന് ദുഃഖിതായിരിക്കുന്ന പാഞ്ചാലി കണ്ണും മുഖവും തുടച്ചുകൊണ്ട് ദുശാസനൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ആ ഭവനത്തിലേക്ക്, അവിടെ വൃദ്ധനായ ധൃതരാഷ്ട്രരുടെ സ്ത്രീകൾ വസിക്കുന്ന ആ അന്തഃപുരത്തിലേക്ക് പ്രാണരക്ഷാർത്ഥം തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദ്രൗപദി ഓടിച്ചെന്ന് ആ സ്ത്രീകളുടെ ഇടയിൽ ചെല്ലുകയാണ്. അവരാരെങ്കിലും തന്നെ രക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയായിരിക്കാം അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പക്ഷെ ദുശാസനൻ യാതൊരു ലജ്ജയുമില്ലാതെ, യാതൊരു അഭിമാനവും ഇല്ലാതെ ആ സ്ത്രീകളുടെ അന്തഃപുരത്തേക്ക് ചാടിക്കയറിക്കൊണ്ട് ആ രാജപത്നിയുടെ, ദ്രൗപദിയുടെ കറുത്തിരുണ്ട് നീണ്ട ആ മുടിയിൽ കയറി പിടിച്ചു. രാജസൂയ യാഗത്തിൽ മന്ത്രഭൂതമായ ജലം കൊണ്ട് അഭിഷേകം ചെയ്ത ആ പട്ടറാണിയുടെ, ചക്രവർത്തിയുടെ പത്നിയായിട്ടുള്ള ആ മഹിഷിയുടെ ആ നീണ്ടുകിടക്കുന്ന മുടിയിൽ ഈ ധൃതരാഷ്ട്രപുത്രൻ കയറി പിടിച്ചു. എന്നിട്ട് പിടിച്ച് വലിച്ചിഴക്കാൻ തുടങ്ങിയാണ് പാഞ്ചാലിയെ. വലിച്ചിഴച്ച് സഭാസമീപത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പാഞ്ചാലി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദുഷ്ട, ഞാൻ രജസ്വലയാണ്, ഋതുമതിയാണ്. ഈ വസ്ത്രമെടുത്തുകൊണ്ട് മാന്യന്മാരിരിക്കുന്ന സഭയിൽ എനിക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ദുശാസനൻ പറഞ്ഞു, നീ ഏകവസ്ത്രയോ വിവസ്ത്രയോ ആയിക്കൊള്ളട്ടെ, നീ ചൂതിൽ ജയിക്കപ്പെട്ട ദാസിയാണ്. ഒരു ദാസിയെ സംബന്ധിച്ചിടത്തോളം ദാസി കഴിയേണ്ടത് ദാസിമാർക്കിടയിലാണ്, ദാസിയുടെ കർമ്മമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ പാഞ്ചാലിയെ അധിക്ഷേപിച്ചുകൊണ്ട് മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് സഭയിലേക്ക് ദുശാസനൻ കൊണ്ടുവരികയാണ്. പാഞ്ചാലി എന്താണ് ചെയ്യേണ്ടത്? പാഞ്ചാലി കൃഷ്ണം ച ജിഷ്ണും ച ഹരിം നരം ച
ത്രാണായ വിക്രോശതി യാജ്ഞസേനി. കൃഷ്ണനെയും ജിഷ്ണുവിനെയും, അതായത് ഹരിയെയും നരനെയും, നാരായണനായിട്ടും നരനായിട്ടും അവതരിച്ച ആ ഭഗവാനെ തന്നെ പാഞ്ചാലി ശരണം പ്രാപിച്ചുകൊണ്ട് ഉറക്കെ വിളിക്കുകയാണ്. ഭഗവാനെ വിളിക്കുകയല്ലാതെ അവിടെ മറ്റാരും തന്നെ രക്ഷിക്കാനില്ല. കൃഷ്ണനും ജിഷ്ണുവും അവർ തന്നെയാണ് ആ നരനാരായണന്മാർ. നാരായണനും നരനും തന്നെയാണ് കൃഷ്ണനും ജിഷ്ണുവുമായിട്ട്, കൃഷ്ണനും അർജുനനുമായിട്ട് അതേ കാലഘട്ടത്തിൽ അവതരിച്ചിട്ടുള്ളത്. ആ നാരായണ നരന്മാരെയാണ് പാഞ്ചാലി ദീനയായിട്ട് വിളിക്കുന്നത്. ഒരു ഭാഗത്ത് തൻ്റെ തലമുടി പിടിച്ചു വലിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദന എത്രയാണെന്ന് നമുക്കറിയാം. ആ വേദന സഹിച്ചുകൊണ്ട് വിടുവിക്കാൻ ശ്രമിക്കുമ്പോൾ താൻ ഉടുത്ത ആ ഏക വസ്ത്രം പോലും അഴിഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ടായി. ഒരു കൈ കൊണ്ട് ആ വസ്ത്രം പിടിക്കണോ തൻ്റെ മുടിയെ രക്ഷിക്കണോ എന്നുള്ള ആ ഒരു വെപ്രാളമുണ്ടായി. എന്നിട്ട് പാഞ്ചാലി വിളിച്ചു പറഞ്ഞു, മഹാന്മാരായ ഗുരുജനങ്ങൾ, ശാസ്ത്ര പണ്ഡിതന്മാരിരിക്കുന്ന ആ സഭയിൽ ഞാൻ ഈ വേഷത്തിൽ ചെന്നുകൂടാ. ദുഷ്ടാത്മാവേ, എൻ്റെ വസ്ത്രം നീ അഴിക്കരുത്. നീ ചെയ്യുന്ന ക്രൂരകർമ്മങ്ങൾ ആ രാജകുമാരന്മാർ, പാണ്ഡവന്മാർ സഹിക്കുകയില്ല. നിന്നെ സഹായിക്കാൻ ഇന്ദ്രാദി ദേവന്മാർ പോലും വന്നാൽ പോലും പാണ്ഡവന്മാർ, ആ രാജകുമാരന്മാർ നിന്നെ വെറുതെ വിടുകയില്ല. നീ എൻ്റെ ഭർത്താവായ ധർമ്മപുത്രർ ചൂതിൽ തോറ്റ് ദാസനായി എന്ന് പറഞ്ഞു. ആ ധർമ്മപുത്രർ എന്നും ധർമ്മത്തിൽ നിൽക്കുന്ന ആളാണ്. ധർമ്മം സൂക്ഷ്മമായ വസ്തുവാണ്. നിന്നെപ്പോലുള്ളവർക്കത് മനസ്സിലാവുകയില്ല. നിപുണന്മാർക്ക് ധർമ്മത്തിൻ്റെ രഹസ്യം മനസ്സിലാകും. അദ്ദേഹം ചെയ്യുന്നത് ധർമ്മമാണ് എന്ന് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വാക്കുകൊണ്ട് പോലും ഞാൻ അണുമാത്രം പോലും എൻ്റെ ഭർത്താവിനെ വാക്കുകൊണ്ട് ഞാൻ ദുഷിക്കുകയില്ല. എൻ്റെ ഭർത്താവ് ഞാൻ ഒരു ദോഷവും കാണുന്നില്ല. അദ്ദേഹത്തിൽ ഞാൻ ഗുണം മാത്രമേ കാണുന്നുള്ളൂ. അദ്ദേഹം തെറ്റ് ചെയ്യുകയില്ല, ധർമ്മവിരുദ്ധമായി അദ്ദേഹം പ്രവർത്തിക്കുകയില്ല. പാഞ്ചാലി തുടർന്ന് പറയാണ്, അഹോ കഷ്ടം, ഭരതവംശികളായ ക്ഷത്രിയന്മാരുടെ ധർമ്മം ഇതാ നഷ്ടമായിരിക്കുന്നു. ഈ സഭയിരിക്കുന്ന ക്ഷത്രിയന്മാർ എല്ലാവരും നോക്കി നിൽക്കുകയാണല്ലോ. ഇവരൊക്കെ ദുര്യോധനൻ്റെ വശങ്കതന്മാരായിട്ട് മാറിയിരിക്കുകയാണല്ലോ. കഷ്ടമായിരിക്കുന്നു. ദ്രോണർ, പിതാമഹനായ ഭീഷ്മർ, വിതുരർ, ധൃതരാഷ്ട്രർ, ഇവർക്കൊന്നും ഒരു ശക്തിയുമില്ലേ? ഈ കുരുവൃദ്ധന്മാർ ദുര്യോധനൻ്റെ ഉഗ്രമായ ഈ പാപത്തെ എന്താണ് കാണാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് ദ്രൗപദി വിലപിക്കുന്നു. സഭയിലേക്കാണ് വലിച്ചിഴച്ച് കൊണ്ടുവരുന്നത്. ആ സഭയിൽ വെച്ച് ദ്രൗപദി പാണ്ഡവരുടെ നേർക്ക് ദീനമായി നോക്കി. പാണ്ഡവന്മാരുടെ മേലെ അവരുടെ ദീനമായിട്ടുള്ള കടാക്ഷം പതിച്ചു എന്നാണ്. അവരുടെ ആ കടാക്ഷം പതിച്ച സമയത്ത് പാണ്ഡവന്മാർക്ക് തോന്നി തങ്ങളെ ദഹിപ്പിക്കുന്ന നോട്ടമാണിത്. പാഞ്ചാലിയുടെ ആ ദീനമായ കടാക്ഷം അവരെ ദഹിപ്പിക്കുന്നതായിരുന്നു. അവരേറ്റവും ദുഃഖിപ്പിച്ചത് അവരുടെ സമ്പത്തും അവരുടെ രാജ്യവും അധികാരവും നഷ്ടപ്പെട്ടപ്പോഴല്ല, പാഞ്ചാലിയുടെ നിസ്സഹായമായ ആ നോട്ടത്തിലാണ് അവർക്ക് ഏറ്റവും ദുഃഖം തോന്നിയത്, രോഷവും ഉണ്ടായത് എന്നാണ്. അവരുടെ അവസ്ഥ കണ്ട് ദുശ്ശാസനൻ സഭയിൽ വെച്ച് പാഞ്ചാലിയെ ദാസി എന്ന് ഉറക്കെ വിളിച്ചു. അവഹേളിക്കാൻ കിട്ടിയ ഒരു അവസരമാണല്ലോ. അത് കേട്ട് ഏറ്റവും ഉറക്കെ പൊട്ടിച്ചിരിച്ചത് ആരായിരുന്നു? കർണനാണ് ഉറക്കെ പൊട്ടിച്ചിരിച്ചത്. കർണസ്തു തദ്വാക്യം അതീവ ഹൃഷ്ടം സംഭോജയാമാസ ഹസൻ സശബ്ദം. അത് കേട്ട് ആ വാക്കിനെ പൂജിക്കുകയും വലിയ ശബ്ദത്തോടുകൂടി കർണനും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ പണ്ട് സൂതൻ എന്ന് പറഞ്ഞ് തന്നെ വരിക്കാതിരുന്ന പാഞ്ചാലിയോടുള്ള പ്രതികാരമായിരിക്കാം കർണൻ കാണിക്കുന്നത്. പക്ഷേ ഒരു സ്ത്രീ തനിക്കിഷ്ടമുള്ള ആളിനെ വരിക്കും. അത് സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്, കന്യകയുടെ സ്വാതന്ത്ര്യമാണ് ഒരാൾ സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യുക എന്നുള്ളത്. പക്ഷെ അതിൻ്റെ പ്രതികാരമായിട്ടാണെങ്കിൽ കർണൻ ചെയ്യുന്നത് എത്ര ക്രൂരമായ കാര്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീയെ, രാജമഹിഷിയെ സഭയിൽ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് രജസ്വലയായ സ്ത്രീയെ ആ വസ്ത്രം അഴിച്ച് ആക്ഷേപിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? മനുഷ്യത്വമുള്ള ആർക്കെങ്കിലും സാധിക്കുമോ? പക്ഷെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ ആധുനിക സമൂഹത്തിൽ ദുശ്ശാസനെയും കർണനെയും പിന്താങ്ങുന്ന നിരവധി ദുഷ്ടാത്മക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ കാലത്തിൻ്റെ വൈപരീത്യം എന്ന് പറയുന്നത്. ദുശ്ശാസനും കർണനും ശകുനിയും ദുര്യോധനനും ചെയ്തതല്ലേ ധർമ്മം? പാണ്ഡവന്മാർ ചെയ്തത് അധർമ്മമല്ലേ? പത്നിയെ പണയം വയ്ക്കാൻ പാടുണ്ടോ എന്നാണ്. പക്ഷേ ആ പത്നിയെ പണയം വെച്ച് കളിച്ചത് അവർ ലോകഹിതത്തിന് വേണ്ടിയിട്ടാണ്, യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. തങ്ങൾക്ക് അപമാനം ഉണ്ടായിക്കഴിഞ്ഞാലും അതിഘോരമായ യുദ്ധം ഒഴിവാക്കണമെന്ന് കരുതിയിട്ട് ക്ഷമയോട് കൂടിയിട്ട് ആണ്, ആ തിദിക്ഷ കാരണമാണ് അവരത് സഹിക്കാനും അവർ ദുര്യോധനാദികൾ പറഞ്ഞതുപോലെ കളിക്കാനും പണയം വയ്ക്കാനും അവർ തയ്യാറായിട്ടുള്ളത്. അങ്ങനെയാണല്ലോ നമ്മുടെ ഗാന്ധി മഹോദയൻ, മഹാത്മാഗാന്ധിയൊക്കെ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ, ആയുധധാരികളായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ തോക്കിനും പീരങ്കിക്കും മുന്നിൽ നിരാഹാര സമരം ചെയ്തുകൊണ്ട്, സത്യഗ്രഹം ചെയ്തുകൊണ്ട്, അഹിംസ ശസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം യുദ്ധം ചെയ്തത്. അദ്ദേഹത്തെ ആരും അധർമ്മി എന്ന് വിളിച്ചിട്ടില്ലല്ലോ. ഇവിടെ എത്രയെത്ര ആളുകൾ കൊല്ലപ്പെട്ടു, എത്രയെത്ര ആളുകൾ വെടിവെച്ച് വീഴ്ത്തപ്പെട്ടു, എത്രയെത്ര ബലാത്കാരങ്ങൾ ചെയ്തു ബ്രിട്ടീഷുകാർ. അതിനെതിരെ പ്രതിരോധിക്കാൻ അഹിംസാ മാർഗം സ്വീകരിച്ച് ഗാന്ധിയെ നമ്മൾ അധർമ്മി എന്ന് പറയാറില്ലല്ലോ. യുധിഷ്ഠിര മഹാരാജാവ് ഈ രീതിയിലുള്ള ഒരു സഹന സമരം ധർമ്മത്തിന് വേണ്ടി ചെയ്യുമ്പോൾ
നമ്മുടെ ഇന്നത്തെ ആധുനികന്മാരായിട്ടുള്ള ദുശാസനന്മാരും കർണന്മാരും ദുര്യോധനന്മാരും അതിനെ നമ്മൾ അപഹസിക്കുന്നു, കളിയാക്കുന്നു, അത് അധർമ്മമെന്ന് പറയുന്ന ദൃശ്യം നമ്മൾ ഇന്ന് കാണുന്നു. ഗാന്ധാരരാജ സുവലസ്യ പുത്ര തഥൈവ ദുശാസനമഭ്യനന്ദൽ. ഗാന്ധാര രാജാവായിട്ടുള്ള ആ ശകുനിയും ദുശാസനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചു. അവിടെ കർണനും ശകുനിയും ഒഴിച്ച് മറ്റു സദസ്യന്മാരെല്ലാവരും തന്നെ കൃഷ്ണയെ പാഞ്ചാലി വലിച്ചിഴക്കുന്നത് കണ്ടിട്ട് വളരെയധികം ദുഃഖിക്കുകയാണ് ചെയ്തത്. അവിടെ ഉത്തരം പറയാൻ ഒരു ചുമതലയുള്ള കടമയുള്ള ഭീഷ്മർ ഒടുവിൽ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, സുഭഗേ, ധർമ്മത്തിൻ്റെ അവസ്ഥ വളരെ സൂക്ഷ്മമാണ്. സൂക്ഷ്മമായ ആ ധർമ്മത്തിൻ്റെ അവസ്ഥ ചിന്തിച്ച് എനിക്ക് നിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. സ്വയം അടിമയായ ഒരാൾക്ക് മറ്റൊരാളെ പണയം വയ്ക്കാൻ സാധിക്കുമോ എന്ന കാര്യം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ഭാര്യ ഭർത്താവിന് എന്നും സ്വന്തമാണ് എന്നുള്ളതും ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ആ ബന്ധം ആലോചിക്കുമ്പോഴും അതിൽ തെറ്റ് കാണാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് നിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. തൻ്റെ രാജ്യവും ലോകവും തൻ്റെ സമൃദ്ധിയും ഒക്കെ തന്നെ യുധിഷ്ഠിരൻ ഉപേക്ഷിച്ചു എന്ന് വരും. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് എനിക്കറിയാം, അദ്ദേഹം ഒരിക്കലും ധർമ്മം ഉപേക്ഷിക്കുകയില്ല. ആ ധർമാത്മാവായിട്ട് യുധിഷ്ഠിരനാണ് പറയുന്നത്, എൻ്റെ പത്നിയെ ഇതാ ചൂതിൽ ഞാൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ എനിക്ക് കൃത്യമായി വിശദീകരിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ശകുനി ധർമ്മപുത്രരെ ചൂതിൽ തോൽപ്പിച്ച ശേഷം, ദാസനാക്കിയ ശേഷം ശകുനിയാണ് അദ്ദേഹത്തോട് ഭാര്യയെ പണയം വയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. അത് ശരിയല്ല എന്ന് ബോധ്യം നമുക്കൊക്കെയുണ്ട്. കാരണം ചൂതിൽ എന്താണ് പണയം വയ്ക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് പണയം വയ്ക്കുന്ന ആളാണ്, അല്ലാതെ എതിരാളിയല്ല. എതിരാളിയായ ശകുനി നിർബന്ധിച്ച് യുധിഷ്ഠിരനെ കൊണ്ട് ഇങ്ങനെ പാഞ്ചാലിയെ പണയം വയ്പ്പിക്കുകയായിരുന്നു. യുധിഷ്ഠിരനാകട്ടെ അദ്ദേഹം നിസൃഷ്ടകാമ, അദ്ദേഹത്തിന് തൻ്റെ ഇഷ്ടമനുസരിച്ച് പെരുമാറാൻ സാധ്യമല്ല. കാരണം അദ്ദേഹം അടിമയായി കഴിഞ്ഞു. അപ്പോൾ അടിമ എപ്പോഴും തന്നെ അനുസരിക്കും എന്നുള്ള ആ ഒരു നിയമം വെച്ചുകൊണ്ട് ശകുനി അദ്ദേഹത്തെ നിർബന്ധിച്ച് പത്നിയെ പണയം വയ്പ്പിക്കുകയായിരുന്നു എന്നുള്ളത് കൊണ്ട് അത് ഉചിതമല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ യുധിഷ്ഠിരൻ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അത് കള്ളത്തരമാണ് എന്ന കാര്യം യുധിഷ്ഠിരൻ പറഞ്ഞാൽ അത് കള്ളത്തരമായി നമുക്ക് അംഗീകരിക്കാം. പക്ഷെ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഭീഷ്മർ യുധിഷ്ഠിരനെ എല്ലാ തരത്തിലും കുറ്റവിമുക്തനാക്കിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം ചെയ്തത് ധർമ്മത്തിന് അനുസൃതമായിട്ടാണ്, പക്ഷെ ശകുനി ചെയ്തത് ധർമ്മവിരുദ്ധമായിട്ടാണ് എന്ന കാര്യം അദ്ദേഹം എടുത്തു പറയുന്നു. തുടർന്ന് തൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് പാഞ്ചാലി അവിടെയുള്ള രാജാക്കന്മാരോടൊക്കെ തന്നെ ചോദ്യശരങ്ങൾ എഴുതുകയാണ്. അത് ആർക്കും മറുപടി പറയാൻ സാധിക്കാത്ത ചോദ്യങ്ങളായിരുന്നു.